നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ സിംപ്ലിഫിക്കേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ ടെക്സ്റ്റിൽ നോക്കിയപ്പോൾ ഒരു 6 പ്രോബ്ലംസ് ആണ് കണ്ടത്. 6 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ അതായത് 3 മാത്രമേ ഇങ്ങനെ വ്യത്യാസമുള്ളൂ. പിന്നത്തെ 3 സെയിം ആണ്. അതായത് ഇപ്പോൾ ഒരെണ്ണത്തിന്റെ തന്നെ 2 എണ്ണം ഉണ്ട്. അതായത് ഇപ്പോൾ ഒരെണ്ണം ആൻഡ് ആണെങ്കിൽ മറ്റേത് സെയിം തന്നെ ഓർ വരുന്നു എന്നുള്ളൂ. അപ്പൊ ഞാൻ 3 നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ബാക്കി 3 നിങ്ങൾ ചെയ്ത് നോക്കുക. എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ ഇതാണ് പി ആൻഡ് ക്യൂ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നോക്കുക, അതായത് ഏത് ലോ ആണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക. കുറെ ലോകൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഐഡന്റിറ്റി, അങ്ങനെ കുറെ ലോകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കാണുമ്പോൾ ഏതാണ് ഉപയോഗിക്കാൻ പറ്റുകയെന്ന് ചിന്തിക്കാം. അപ്പൊ ഇത് നോക്കുമ്പോൾ ഒരേപോലത്തെ ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസോസിയേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഐഡന്റിറ്റിയും വേറെ ഐഡംപൊട്ടന്റ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പൊ സെയിം പോലത്തെ തന്നെ, അതായത് പിയും അല്ലെങ്കിൽ നെഗേഷൻ പി അങ്ങനത്തെ ഒക്കെ വരണം. ഇപ്പൊ പിയും ക്യൂവും ഒക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ബാക്കിയുള്ള ലോകൾ നോക്കാം. അതായത് ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ഉണ്ടാവും, പിന്നെ ഏതാ അസോസിയേഷൻ ഉണ്ടാവും, അങ്ങനെ. അപ്പൊ അസോസിയേഷൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും ഓപ്പറേറ്റേഴ്സ് സെയിം ആയിരിക്കണം. ഇപ്പൊ ആൻഡും ഓറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അസോസിയേറ്റീവ് ആണ് ഉപയോഗിക്കുക. അപ്പൊ അസോസിയേറ്റീവ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ളതിനെ നമുക്ക് ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഈ പി ആൻഡ് പി ഒന്നിച്ച് എഴുതി ക്യൂ പുറത്തെഴുതാം. അപ്പൊ പി ആൻഡ് പി എന്ന് പറയുന്നത് ലോജിക്കലി ഇക്വാലന്റ് ടു പി ആണ്. അത് ഐഡംപൊട്ടന്റ് ലോ പറയേണ്ടതാണ്. അപ്പൊ നമുക്ക് ഈ 2 പിക്ക് പകരം ഒറ്റ പി എന്ന് എഴുതിയാൽ മതി. അപ്പൊ പി ആൻഡ് ക്യൂ എന്ന് എഴുതി. ഇതിനെ ഇനി ചെറുതാക്കാൻ പറ്റില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് പി ആൻഡ് ക്യൂ. ഇതിനെ വേറെ നമുക്ക് ഇത് ചെറുതാക്കുന്ന ലോ ഇല്ല. അപ്പൊ ഇത്രയും ഇപ്പൊ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നതിനെ ചെറുതാക്കിയിട്ട് നമ്മൾ പി ആൻഡ് ക്യൂ എന്ന് എഴുതി. അപ്പൊ ആദ്യം എന്താണ് ചെയ്തത്, ആദ്യം അസോസിയേറ്റീവ് ലോ ആണ് ഉപയോഗിച്ചത്. അപ്പൊ ഇങ്ങനെ ബ്രാക്കറ്റ് ആക്കി ക്യൂ തിരിച്ചെഴുതി. അപ്പൊ ഇതെന്ന് പറയുന്നത് ഐഡംപൊട്ടന്റ് ലോ ഉപയോഗിച്ചിട്ട് ഇത് പി ആണ്. അപ്പൊ പി ആൻഡ് ക്യൂ എന്ന് എഴുതി. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്ത് നോക്കാം. അപ്പൊ എന്തായിരുന്നു നമുക്ക് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് പി ആൻഡ് ക്യൂ ആണോ എന്ന് നോക്കണം. അപ്പോ പിയും ക്യൂവും എഴുതി. പി എന്ന് പറയുന്നത് TTSS, ക്യൂ എന്ന് പറയുന്നത് TF. പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ടി വന്നു, ബാക്കിയെല്ലാം ഫോൾസ്. പിന്നെ പി ആൻഡ് ക്യൂ ഇതിന്റെ കൂടെ പി ആൻഡ് എടുക്കുക. അപ്പൊ ട്രൂ ആയതുകൊണ്ട് ട്രൂ വന്നു, ബാക്കിയെല്ലാം ഫോൾസ് ആണ്. ഇതിലൊക്കെ ഫോൾസ് ആയതുകൊണ്ട് ഇനി അപ്പൊ ഇതും പി ആൻഡ് ക്യൂ ആണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് ലോജിക്കലി ഇക്വലന്റ് ആണ്. അപ്പൊ നമ്മൾ എഴുതിയത് ശരിയാണ്. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇത് തന്നെ സെയിം തന്നെ ഓർ വെച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. പി ഓർ ക്യൂ ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. സെയിം ലോ തന്നെ ഉപയോഗിച്ചാൽ മതി. അസോസിയേറ്റീവ് ലോയും ഐഡംപൊട്ടന്റ് ലോയും ഉപയോഗിച്ച് ചെയ്താൽ മതി. ഓക്കെ. ഇനി രണ്ടാമത്തത് പി ആൻഡ് നെഗേഷൻ ക്യൂ ഓർ പി ആൻഡ് ക്യൂ ഓർ ആർ. അപ്പൊ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കുക, അതായത് നമുക്ക് ഏത് ഉപയോഗിച്ച് ചെറുതാക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കാം. അപ്പോ എളുപ്പമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കോമൺ ആയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ കാണും നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ പിയും ക്യൂവും ഒക്കെ ഉണ്ട്, ഇവിടെ ഒറ്റ ആറേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഈ 2 ബ്രാക്കറ്റ് ചെറുതാക്കേണ്ടതായിരിക്കും നല്ലത്. കാരണം ഇതിന്റെ ഉള്ളിൽ വേറെ 6 ഇല്ല. അപ്പോ നിങ്ങൾക്ക് 6 ആയിട്ട് ഒരുമിച്ച് എടുക്കാൻ പാകത്തിനുള്ളതൊന്നുമില്ല. അപ്പൊ ആദ്യം ഇത് രണ്ടും സിംപ്ലിഫൈ ചെയ്ത് വന്നിട്ട് ഓർ 6 എടുക്കുന്നതായിരിക്കും ആൻസർ കിട്ടുക എന്ന് ആദ്യം തന്നെ ചിന്തിക്കുക. കാരണം വേറെ ഈ 6ന്റെ കൂടെ ചെറുതാക്കാനായിട്ട് ഇതിന്റെ കൂടെ വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം എഴുതി സെക്കൻഡ് സ്റ്റെപ്പ് ആവുമ്പോ ഈ ഓർ 6 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതുക. പിന്നെ ഇത് നോക്കുക, ഇവിടെ നോക്കുമ്പോ രണ്ടിലും ബ്രാക്കറ്റിന്റെ അകത്ത് കോമൺ ആയിട്ട് വല്ലതും എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഇവിടെ പി ഉണ്ട്, ഇവിടെയും പി ഉണ്ട്, ആൻഡ് ആണ്. പിന്നെ നെഗേഷൻ ക്യൂവും ക്യൂ ആണ്. അപ്പൊ പി ആൻഡ് എന്നുള്ളത് ഇവിടെ കോമൺ ആണ്. അപ്പൊ അത് നമ്മൾ എഴുതി പി ആൻഡ് എന്ന് എഴുതി. പോയിട്ട് നെഗേഷൻ ക്യൂ ഓർ ക്യൂ ആണ് ബാക്കിയുള്ളത്.
ഓർ ആർ എന്ന് എഴുതി. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ആക്ച്വലി ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഞാൻ പറഞ്ഞിരുന്നു, അസോസിയേഷൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിന്റെ എല്ലായിടത്തും സെയിം ഓപ്പറേറ്റർ ആയിരിക്കണം. ഇവിടെ ആൻഡും ഇവിടെ ഓറൊക്കെയാണ് വന്നേക്കണം. അപ്പൊ നമുക്ക് അസോസിയേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ട് തരത്തിലുള്ള ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉപയോഗിക്കുക. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ലോ തന്നെയാണ് ചെയ്തത്. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കി. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? പി ആൻഡ് നെഗേഷൻ ക്യൂ ആദ്യത്തെ ബ്രാക്കറ്റിൽ വരും. പിന്നെ ഉള്ളിൽ കിടക്കുന്നത് ഓർ പി ആൻഡ് ക്യൂ എന്ന് വരും. അങ്ങനെ തന്നെയാണ് ഇത്. അപ്പൊ നിങ്ങൾ എളുപ്പത്തിന് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റണം നോക്കാം. പി ആൻഡ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കാം. പോയിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നെഗേഷൻ ക്യൂ ഓർ ക്യൂ എന്ന് എഴുതുക, ഓർ ആർ. ഇനി അടുത്തത് വരുമ്പോ എന്ത് വരും? നെഗേഷൻ ക്യൂ ഓർ ക്യൂ എന്ന് പറയുന്നത് ഐഡന്റിക്കലി ഈക്വൽ ടു ടി ആണ്. അതായത് ടോട്ടോളജി. അത് ഇൻവേഴ്സ് ലോ ആണ്. ഇനി ഇൻവേഴ്സ് ലോ ആക്ച്വലി ക്യൂ ഓർ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ടി. അത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ട്. നമുക്ക് ക്യൂ ഓർ നെഗേഷൻ ക്യൂ സെയിം തന്നെയാണ് നെഗേഷൻ ക്യൂ ഓർ ക്യൂ. അത് ഇവിടെ തിരിച്ച് എഴുതണമെന്നില്ല. ഓൾറെഡി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. ബ്രാക്കറ്റിൽ ഇങ്ങനെ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് കൊടുത്താൽ മതി. നിങ്ങൾ എന്ത് സ്റ്റെപ്പ് ചെയ്താലും ഏതാണ് ലോ എന്ന് സൈഡിൽ എഴുതിയിട്ടുണ്ടാവണം. എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും എഴുതിയതാണെന്ന് വിചാരിക്കും. കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതിയാലേ നിങ്ങൾ തന്നെ എഴുതിയതാണെന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ ഈ നെഗേഷൻ ക്യൂ ഓർ ക്യൂ എന്ന് പറയുന്നത് ടി ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതി. പി ആൻഡ് ടി ഓർ ക്യൂ എന്ന് എഴുതി. ഇനി പി ആൻഡ് ടി എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ഈക്വൽ ടു പി ആണ്. അതാണ് ഐഡന്റിറ്റി ലോ ഉപയോഗിച്ചിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ പി എന്ന് എഴുതാം. പി ഓർ ആർ എന്നാണ് ഉത്തരം കിട്ടുക. ഇതിനെ ഇനി ചെറുതാക്കാൻ പറ്റില്ല. കാരണം പിയും ഇത് വേറെ ഒരു വേരിയബിൾ ആറും ആണ്. വേറെ ഇതിനെ ഒന്നും നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഈ ഇത്രയും വലിയ ഇതിനെ നമ്മൾ ചെറുതാക്കിയിട്ട് പി ഓർ ആർ എന്ന് എഴുതി. അപ്പൊ എന്തായിരുന്നു ചെയ്തത്? ആദ്യം തന്നെ ചിന്തിക്കുക. അതായത് ഇവിടെ ആർ എന്ന് പറയണത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പൊ ഇതിനെ നമ്മൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ ചെറുതാക്കുക. അപ്പൊ ഇതിനെ ചെറുതാക്കാനായിട്ട് കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇതിൽ പി ആണ് കോമൺ ആയിട്ടുള്ളത് രണ്ടിലും. ഇതിൽ പക്ഷെ നെഗേഷനും ഇതിൽ ക്യൂവും ആണ് ഉള്ളത്. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ പി ആണ് കോമൺ. അപ്പൊ പി പിന്നെ ഓപ്പറേറ്റർ ആൻഡ് എന്നുള്ളത് കോമൺ ആണ്. പി ആൻഡ് എടുത്തു. പോയിട്ട് നെഗേഷൻ ക്യൂ ഓർ ക്യൂ എന്ന് വന്നു. ഓർ ആറ് അങ്ങനെ തന്നെ. ഇനി ഇതെന്ന് പറയുന്നത് ടി ആണ് നമ്മുടെ ഇൻവേഴ്സ് ലോ ഉപയോഗിച്ചിട്ട്. ഇനി അപ്പൊ പി ആൻഡ് ടി ഓർ ആർ എന്ന് വന്നു. ഇനി പി ആൻഡ് ടി എന്ന് പറയുന്നത് പി ആണ്. അത് നമ്മുടെ ഐഡന്റിറ്റി ലോ ഉപയോഗിച്ചിട്ട്. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് പി ഓർ ആർ എന്ന് വന്നു. ഇതിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് ശരിയാണോ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് അറിയാനായിട്ട് ട്രൂത്ത് ടേബിൾ തന്നെ പറ്റുള്ളൂ. അപ്പൊ പിയും ക്യൂവും ആറും ഉണ്ട് ഇവിടെ. അപ്പൊ 4T 4F TTFF TTFF ഒന്നിടവിട്ട് TF പിന്നെ നെഗേഷൻ ക്യൂ വേണമായിരുന്നു. പിന്നെ പി ഓരോ ബ്രാക്കറ്റിന്റെ അകത്തെ ആദ്യം ഇത് ചെയ്തു പിന്നെ ഇത് തമ്മിലുള്ള ഓർ എടുത്തു. പിന്നെ മൊത്തത്തില് ഇതും ഓർ ആറും ചെയ്യാം. അപ്പൊ ആദ്യം പി ആൻഡ് നെഗേഷൻ ക്യൂ കണ്ടു, പി ആൻഡ് ക്യൂ കണ്ടു, പിന്നെ അത് തമ്മിലുള്ള ഓർ എടുത്തു, പിന്നെ അതും ഓർ ആർ എടുത്തു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടണേ. ടി 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 എഫ് ടി എഫ് എന്ന് കിട്ടി. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോ പി ഓർ ആർ എന്നായിരുന്നു കിട്ടിയത്. അത് ചെയ്തു വന്നപ്പോ നമുക്ക് ടി 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 എഫ് ടി എഫ് എന്ന് കിട്ടി. സെയിം തന്നെയാണ് ഇത്. അപ്പൊ നമ്മൾ ചെയ്തത് ശരിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യാം. ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണുണ്ട്. അത് നിങ്ങൾ സെയിം ഇതുപോലെ തന്നെ ചെയ്യാം. അതായത് കോമൺ ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ കോമൺ എടുത്ത് ചെറുതാക്കണേനെയാണ് ശരിക്കും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ എളുപ്പത്തിനാണ് ഞാൻ പറഞ്ഞത് കോമൺ എടുത്ത് ഇങ്ങനെ ബ്രാക്കറ്റ് ഇങ്ങനെ ആക്കാന്ന്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് മുകളിലത്തെ സ്റ്റെപ്പ് കിട്ടണത് തന്നെ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ. ഇത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരുന്നു. ഞാനപ്പോ ഈ കോമൺ എടുക്കുക എന്നുള്ളത് ഈ പ്രോബ്ലം ചെയ്തപ്പോഴാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. ഞാൻ മറ്റേത് ഡയറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നും പറഞ്ഞിട്ട് കിട്ടിയിരുന്നു. ഇതിൽ ഞാൻ കുറെ എക്സ്പാൻഡ് ചെയ്തിട്ട് എനിക്ക് ആദ്യം ഒന്നും ആൻസർ കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതിൽ നിന്നാണ് എനിക്ക് ഈ കോമൺ എടുത്താൽ മതി എന്നുള്ളൊരു സംഭവം കിട്ടുന്നത്. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത് മനസ്സിലായത്.
ഓക്കെ, ഇതെന്ന് പറയുന്നത് പി ആൻഡ് പി ഓർ നെഗേഷൻ ക്യൂ ആൻഡ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം വലിയത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ പി ആൻഡ് എന്നുള്ളത് അവിടെ നിർത്തി ബാക്കി ഈ രണ്ട് ബ്രാക്കറ്റിനെ നമുക്ക് ചെറുതാക്കാം ആദ്യം. അപ്പൊ ഈ രണ്ട് ബ്രാക്കറ്റ് നോക്കുമ്പോൾ ഇവിടെ പി ഓർ നെഗേഷൻ ക്യൂ ഉണ്ട്, ഇവിടെ നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് നെഗേഷൻ ക്യൂ ആണ് ഉള്ളത്. ഈ ഓപ്പറേറ്റർ നോക്കുമ്പോൾ ആൻഡ് അല്ല ഓർ എന്നുള്ളതുണ്ട്. പിന്നെ അപ്പൊ എന്തായാലും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഉപയോഗിക്കുക, കാരണം ഇവിടെ രണ്ടിലും ഓറും ഇവിടെ ആൻഡും ആണ് ഉള്ളത്. അപ്പൊ അസോസിയേറ്റീവ് ലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ അതിനായിട്ട് ഈ നെഗേഷൻ ക്യൂ എന്നുള്ളത് കോമൺ ആയിട്ട് എടുക്കാം. പോയിട്ട് ബാക്കി എന്ത് വരും? പി ഈ ഓർ നെഗേഷൻ ക്യൂ ആണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പൊ പി ആൻഡ് നെഗേഷൻ പി എന്ന് വരും ബ്രാക്കറ്റ്. പിന്നെ ഓർ നെഗേഷൻ ക്യൂ ഇവിടെ പി ആൻഡ് എന്നുള്ളതുണ്ട്, ഇത് മൊത്തത്തിലാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് പി ആൻഡ് നെഗേഷൻ പി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ലോ ഉപയോഗിച്ചിട്ട് ഇത് എഫ് ആണ്, അതായത് ഫുൾ ഫോൾസ് വരുന്ന ഇത് കോൺട്രഡിക്ഷൻ. അപ്പൊ അത് കൊടുത്തു, എഫ് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഇത് എഫ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എഫ് ഓർ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ലോ ഉപയോഗിച്ചിട്ട് നെഗേഷൻ ക്യൂ ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ആയി. അപ്പൊ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്നാണ് ഇത് വരിക. ഇതിനെ നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റില്ല, കാരണം ഇത് പിയും ഇത് നെഗേഷൻ ക്യൂ ആണ്. ഇതിൽ കോമൺ ആയിട്ട് എടുക്കാനും ഒന്നുമില്ല. അപ്പൊ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും വലുതെന്ന് നമ്മൾ ചെറുതാക്കി പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈ സംഭവമാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഫസ്റ്റ് തന്നെ നോക്കുക, ഈ പി ആൻഡ് നിർത്തി ബ്രാക്കറ്റ് വലിയതിനെ നമ്മൾ ചെറുതാക്കാൻ നോക്കുക. അപ്പൊ കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ ഇപ്പൊ ഇതും ഓർ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അസോസിയേറ്റീവ് ലോ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുക, ഡിസ്ട്രിബ്യൂട്ടീവ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഓപ്പറേറ്റേഴ്സ് വേറെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഓറും ഇവിടെ ആൻഡും ആണ്, അപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ കോമൺ എടുക്കുക. കോമൺ എടുക്കുമ്പോൾ ഇവിടെ നെഗേഷൻ ക്യൂ ആണ് കോമൺ ഉള്ളത്, ഓർ നെഗേഷൻ ക്യൂ രണ്ടിലും ഓറാണ്. അപ്പൊ അത് പുറത്തേക്ക് എടുത്തു, ഓർ നെഗേഷൻ ക്യൂ പുറത്തെടുത്തു. പോയിട്ട് ഇവിടെ പി ഉണ്ട്, ഇവിടെ ആൻഡ് ഉണ്ട്, നെഗേഷൻ പി ഉണ്ട്. ഇനി പി ആൻഡ് നെഗേഷൻ പി എന്ന് പറയുന്നത് എഫ് ആണ്. ഇൻവേഴ്സ് ലോ ഉപയോഗിച്ചിട്ട് അത് എഫ് എന്ന് എഴുതി, ഓർ നെഗേഷൻ ക്യൂ. ഇനി എഫ് ഓർ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ തന്നെയാണ് ഐഡന്റിറ്റി ലോ ഉപയോഗിച്ചിട്ട്. അപ്പൊ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ചെയ്യാം. പിയും ക്യൂവും എഴുതി, നെഗേഷൻ പി വേണം, നെഗേഷൻ ക്യൂ വേണം. പി ഓർ നെഗേഷൻ ക്യൂ ഉണ്ടായിരുന്നു, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ഉണ്ടായിരുന്നു. ഇത് തമ്മിൽ ആൻഡ് എടുത്തു, പിന്നെ പി ആൻഡ് ഇതും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ എഫ് ടി എഫ് എഫ് എന്നാണ് കിട്ടുക. ഇനി നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ പി ആൻഡ് നെഗേഷൻ ക്യൂ എന്നായിരുന്നു കിട്ടിയത്. അതിന്റെ ട്രൂത്ത് ടേബിളും എഫ് ടി എഫ് എഫ് ആണ്. അപ്പൊ രണ്ടും ലോജിക്കൽ ഇക്വാലന്റ് ആയതുകൊണ്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത് ശരിയാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ മാർക്ക് അനുസരിച്ച്, അതായത് വലിയ മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വെരിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ട് ട്രൂത്ത് ടേബിളും കൂടെ വരച്ചു വെച്ചാൽ നന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ശരിയാണെന്ന് അറിയാൻ പറ്റും. ചെറിയ മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് സൈഡിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടോ, ഇതിൽ ഇന്നത് ഈക്വൽ ടു ഇന്നതെന്ന് പ്രൂവ് ചെയ്യാനല്ല തന്നേക്കണം, ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എന്താണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും വെരിഫൈ ചെയ്ത് നോക്കണത് നന്നായിരിക്കും, ശരിയാണോ എന്ന് അറിയാൻ. അല്ലെങ്കിൽ ഇപ്പൊ LHS = RHS എന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇന്നതിലേക്കാണ് എത്തിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ അപ്പൊ ബാക്കി 3 എണ്ണം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ആദ്യത്തെ നമ്മൾ ആൻഡ് ആയിരുന്നു ചെയ്തിരുന്നത്, ഇപ്പൊ ഓർ വന്നു. പിന്നെ രണ്ടാമത്തെ ഇതും എളുപ്പം തന്നെയാണ്. പിന്നെ ഇത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒക്കെ ഉപയോഗിച്ച് ചെയ്താൽ മതിയായിരിക്കും. ഇവിടെ നമ്മൾ ഇപ്പൊ ചെയ്ത പോലത്തെ ഒരു മോഡലാണ്. ഇതുപോലെ തന്നെ കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി, ഇവിടെ കോമൺ ആയിട്ട് ഇപ്പൊ വേണമെങ്കിൽ ഇതാണ് എടുക്കണേന്നുണ്ടെങ്കിൽ നെഗേഷൻ പി കോമൺ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ തിരിച്ചാണ് ഇടണേന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ചിടാം കമ്മ്യൂട്ടേറ്റീവ് ഉപയോഗിച്ചിട്ട്. അപ്പൊ വേണമെങ്കിൽ നെഗേഷൻ ക്യൂ കോമൺ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയൊക്കെ ചെയ്താൽ തിരിച്ചിട്ട് മറിച്ചിട്ട് ചെയ്താലും ഉത്തരം ഒന്നേ കിട്ടുള്ളൂ, ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വലിയ വലിയ ബ്രാക്കറ്റുകൾ ചെറുതാക്കാൻ നോക്കുക. വലിയ ബ്രാക്കറ്റ്
മിക്കവാറും അസോസിയേറ്റീവ് ലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആയിരിക്കും മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനത്തെ അതായത് എല്ലാ ഓപ്പറേറ്റേഴ്സും സെയിം ഇതാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അസോസിയേറ്റീവ് ലോ ആയിരിക്കും. ഇനി ഇങ്ങനത്തെ അതായത് ഇവിടെ ഓറും ഇവിടെ ആൻഡ് അങ്ങനത്തെ ആണെങ്കിൽ മിക്കവാറും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആയിരിക്കും ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യാം. പിന്നെ ഒരുവിധം ചെറുതായി കൊണ്ടുവന്ന പിന്നെ ചെറിയ ചെറിയ ലോകൾ അതായത് ഐഡന്റിറ്റി ലോ, ഇൻവേഴ്സ് ലോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ലോകളായിരിക്കും പിന്നെ ഉപയോഗിക്കുക. അങ്ങനെ മാക്സിമം ചെറുതാക്കാൻ പറ്റുന്നത് വരെയാക്കുക. ഇപ്പൊ ഒരുവിധം ഇപ്പൊ പി ഓർ ക്യൂ അല്ലെങ്കിൽ പി ആൻഡ് ക്യൂ അങ്ങനത്തെ ഫോമിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചെറുതാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പിയും ക്യൂവും വേറെ വേറെ വേരിയബിൾസ് ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് വെരിഫൈയും കൂടെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഏകദേശം ഡൗട്ടും കാര്യങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കുറെ പ്രോബ്ലംസ് ഞാൻ ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആദ്യത്തെ 3 ചാപ്റ്ററിന്റെ നമ്മൾ ഏകദേശം ചെയ്തതാണ്. അപ്പൊ 4-മത്തെയും 5-മത്തെയാണ് നിങ്ങൾക്ക് ഞാൻ ഒന്നും ചെയ്യാൻ തരാത്തത്. അപ്പൊ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് തരാം. 4-മത്തേൽ അധികം ഉണ്ടാവില്ല. 5-മത്തെ കുറെ നമ്മൾ പ്രൂഫുകൾ പഠിച്ചല്ലോ, പല ടൈപ്പ് 6 ടൈപ്പ് പഠിച്ചു. അപ്പൊ അതിന്റെയൊക്കെ അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇന്ന പ്രൂഫ് ഉപയോഗിച്ച് അതായത് ഇപ്പൊ വാക്വസ് ആണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആണ് ആ മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. പിന്നെ മൊത്തത്തില് 5 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇപ്പൊ ഇതുപോലെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കൂടെ ചെയ്യിപ്പിച്ച് അസൈൻമെന്റ് ആയിട്ട് വെക്കുക. പിന്നെ ഒരു എക്സാമും കൂടെ എടുക്കണം. അത് നിങ്ങൾ ഡേറ്റ് പറഞ്ഞാൽ മതി. അധികം നീട്ടിക്കൊണ്ട് പോകണ്ട. ഞാൻ ഇനി 2-മത്തെ മൊഡ്യൂളിൽ എടുത്ത് തുടങ്ങും. നമുക്ക് അങ്ങനെ കുറെ സമയം കളയാനില്ല. നമ്മൾ പതുക്കെ പതുക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ആവുമ്പോൾ ചിലപ്പോൾ ടൈറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് കഴിവതും സ്പീഡില് എന്നാൽ അത്യാവശ്യം എല്ലാം പഠിച്ച് ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ വലിയ കുഴപ്പമില്ലല്ലോ, ഏകദേശം ഞാനെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഒക്കെ എടുത്തെന്നാണ് ഞാൻ വിചാരിക്കണത്. ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെ തന്നെ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളും തീർക്കാം. അപ്പം എക്സാം അധികം നീട്ടണ്ട. കാരണം സെക്കൻഡ് മൊഡ്യൂളും ഞാൻ എടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതും ശ്രദ്ധിക്കണമല്ലോ. ഇത് മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലോ. ഇത് നമുക്ക് ഇത് വിട്ടിട്ട് വേണം, ഇത് തറവാക്കി പഠിച്ച് ഇത് അവസാനിപ്പിച്ചിട്ട് വേണം മറ്റേലേക്ക് കടക്കാൻ. പക്ഷെ നിങ്ങളുടെ എക്സാം കഴിയണ വരെ എനിക്ക് ക്ലാസ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങും. അപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ ഗ്യാപ്പ് എടുത്തിട്ട് പഠിക്കാൻ സമയം എടുത്തിട്ട് പഠിക്കാം. ഞാൻ വെക്കേഷനിൽ എക്സാം എടുത്ത് തീർക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് 3 കുഴപ്പമില്ല. സിസ്റ്ററിന് നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു സിസ്റ്ററിന്. അപ്പൊ അത് കാരണം കൊണ്ടാണ് എനിക്ക് എക്സാം എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ 28-ാം തീയതി തുടങ്ങി റെഗുലർ ക്ലാസ് തുടങ്ങും. അപ്പോൾ ഒരു 30-ാം തീയതിയോ 31-ാം തീയതി ഒക്കെ ആയിട്ട് എക്സാം ഒക്കെ എടുക്കാം. എന്നിട്ട് അപ്പൊ ഇത് പിന്നെ നമ്മൾ ഇനി എക്സാമിനൊക്കെ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളായിരിക്കും തുടങ്ങുക. ഓക്കെ, അപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കുക. എക്സാമിന്റെ കാര്യം ഞാൻ ഒറ്റ എക്സാമേ എടുക്കുള്ളൂ. മാർക്ക് എത്ര ഇപ്പൊ കുറഞ്ഞാലും കൂടിയാലും ഒക്കെ ഒറ്റ എക്സാമേ ഉള്ളൂ. 2-മത് എടുക്കൊന്നുമില്ല. അപ്പൊ നന്നായിട്ട് പഠിച്ച് എഴുതുക. നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് സെക്കൻഡ് മൊഡ്യൂൾ തൊട്ട് വേറെയാണ്, നമ്പർ തിയറി ആണ്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഇല്ല. അപ്പൊ ഇത് ഇവിടെ അവസാനിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാമിന് ഇത് തുറക്കുള്ളൂ. അപ്പൊ ഇത് ഇവിടുന്നേ നല്ല തറവായിട്ട് പഠിച്ചു പോവുക. അപ്പൊ ഈ എക്സാം ഒക്കെ നന്നായിട്ട് പഠിച്ച് എഴുതുക. ഓക്കെ, താങ്ക് യു.